ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നല്ല ചായക്കടയിൽ കിട്ടുന്ന വെടി കേക്ക്, വെട്ട് കേക്ക്, കജിട എന്നൊക്കെ പേരുള്ള പഴയകാല ഒരു റെസിപ്പിയാണിത്. ചായക്കടകളിലൊക്കെ കിട്ടുന്ന ഒന്നാണ് ഇത്. നമുക്കും വീട്ടിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. മുട്ടയൊന്നും ചേർക്കാതെയാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. ഇതിലേക്കായിട്ട് 1 കപ്പ് പഞ്ചസാരയും 5 ഏലക്കായും കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്ത് ഒരു പാത്രത്തിൽ മാറ്റിയതിന് ശേഷം 1/2 കപ്പ് പാലും 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യ് ചേർക്കാം, ബട്ടർ ചേർക്കാം. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ബീറ്ററോ അല്ലെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യാം, സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം. ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ കൂടി ഇട്ട് മൂന്നും കൂടി ഇട്ട് അടിച്ചെടുക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. 5 മിനിറ്റെങ്കിലും ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം 1 കപ്പ് ഗോതമ്പ് മാവ് ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. 1 കപ്പ് ഗോതമ്പ് മാവ് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും 1 കപ്പ് ഗോതമ്പ് മാവ് കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ ടോട്ടൽ 2 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് 2 കപ്പ് ഗോതമ്പ് മാവിന് പകരം നിങ്ങൾക്ക് 1 കപ്പ് ഗോതമ്പ് മാവും 1 കപ്പ് മൈദ മാവും ആണെങ്കിലും എടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ നല്ല ഒരു ക്രിസ്പിനെസ് വരാൻ വേണ്ടി മുട്ടയ്ക്ക് പകരം ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച അരിപ്പൊടിയാണ്. പുട്ടിൻ്റെ പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, അതല്ല നിങ്ങൾക്ക് അപ്പത്തിൻ്റെ പൊടിയാണുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ മാവ് വറുത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു 4 മണിക്കൂറെങ്കിലും അടച്ച് വയ്ക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് വൈകിട്ട് രാത്രിയാണിത് മിക്സ് ചെയ്ത് വയ്ക്കാമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ദിവസം ഉണ്ടാക്കിയാൽ കുറച്ചുകൂടി നല്ല പെർഫെക്റ്റായിട്ട് വരും. അതല്ല വൈകിട്ടത്തേക്കാണ് തയ്യാറാക്കുന്നതെങ്കിൽ നിങ്ങൾ രാവിലെ ഇത് മാവ് റെഡിയാക്കി വെച്ചിരുന്നാൽ മതി. എത്രത്തോളം കൂടുതൽ നേരം ഈ മാവ് നമുക്ക് അടച്ചു വയ്ക്കാമോ, ഒരു 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ അടച്ചു വയ്ക്കാമെങ്കിൽ കുറച്ചുകൂടി നല്ല ബെറ്റർ റിസൾട്ടാണ് കിട്ടുക. ഞാനിപ്പോൾ 4 മണിക്കൂർ മാത്രമാണ് ഇത് അടച്ചു വെച്ചിട്ട് തയ്യാറാക്കാൻ പോകുന്നത്. കൈകൊണ്ട് ഒരു 2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ഇത് അടച്ചു വയ്ക്കാൻ കേട്ടോ. ഇപ്പം മാവ് കുറച്ച് ലൂസായിട്ടാണ് ഉള്ളത്. 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് അടപ്പ് തുറന്നു നോക്കാം. മാവ് ആ ലൂസിൽ നിന്ന് കുറച്ചുകൂടി ടൈറ്റായിട്ട് വന്നതായി കാണാൻ പറ്റും. ഇതുപോലെ നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു തുള്ളി വെള്ളമോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി വേണം എടുക്കാനായിട്ട്. ഇത് ചെറിയ ഉരുളകളാക്കി എടുക്കുന്നതിന് മുമ്പേ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കണം കേട്ടോ. ഇത് ഉരുളകളാക്കി എടുക്കുന്നതിന് മുമ്പേ നമുക്ക് 1 കപ്പിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നമ്മുടെ കൈ ഇതിൽ മുക്കിയതിന് ശേഷം നമുക്ക് ചെറിയ ഉരുളകളാക്കി മാറ്റാം. എണ്ണ ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ലോ ഫ്ലെയിമിൽ വേണം ചൂടാക്കാനായിട്ട് വയ്ക്കാനായിട്ട്. നല്ലതുപോലെ ചൂടാക്കരുത് എണ്ണ. ഒരു മീഡിയം ഫ്ലെയിം ആകുന്നത് വരെ ചൂടായാൽ മതി. എണ്ണ അങ്ങ് നല്ലതുപോലെ ചൂടായി പോയാൽ, അതിൽ പുകയൊക്കെ വരുന്നത് വരയ്ക്കും ചൂടായി പോയാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാനും പെട്ടെന്ന് കരിഞ്ഞു പോകും. വെളിയിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉൾഭാഗം വേവുകയും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ മാവിൽ നിന്ന് ഒരല്പം മാവെടുത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് ഉരുളകളാക്കി തയ്യാറാക്കി വച്ചതിന് ശേഷം നമുക്ക് തയ്യാറാക്കാം. അതല്ല 2-3 എണ്ണം ഉരുളകളാക്കി എടുത്ത് നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ കയ്യിൽ വെള്ളം മുക്കിയിട്ട് നമുക്ക് ഉരുളകളാക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ നിന്നൊരു അല്പം മാവെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്കറിയാൻ പറ്റും ഈ മാവ് നല്ലതുപോലെ വെന്തതിന് ശേഷം ഇതുപോലെ മുകളിൽ പൊങ്ങി വരും. ഈ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഓരോ ചെറിയ ഉരുളകളാക്കി. ഒരു ഭാഗം നല്ലതുപോലെ വേകണം. ഒരു 2-2.5 മിനിറ്റെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ മറിച്ചിട്ട് കൊടുക്കാവുള്ളൂ. അപ്പോഴത്തേക്ക് ഒരു സൈഡ് നല്ലതുപോലെ വെന്ത് ഒരു ബ്രൗൺ കളർ പോലെ വരും. ഇത് നമ്മൾ ചെറിയ ഒരു കഷ്ണം ഇട്ട് കൊടുത്തില്ലേ, അതാണ്. അത് നല്ലതുപോലെ പൊങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഓരോ സൈഡും 2-2.5 മണിക്കൂറല്ല മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മറിച്ചിടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലതുപോലെ വെടിച്ച് വരും. ഇത് നല്ലതുപോലെ പോപ്കോൺ പോലെ പോലെ വെടിച്ച് വിരിഞ്ഞ് വന്നാൽ മാത്രമേ ഉൾഭാഗം നല്ലതുപോലെ വെന്ത് കിട്ടൂ. ഇങ്ങനെ വെടിച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ
പിന്നെ ഈ കേക്ക് നല്ലതുപോലെ വന്നില്ല, പെർഫെക്റ്റായിട്ട് വന്നില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് കണ്ടോ, നല്ലതുപോലെ 4 വശവും നല്ല രീതിയിൽ ഇത് വെടിച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഈ കടായിൽ കുറച്ച് എണ്ണ മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരുപാട് എണ്ണയൊന്നും കുടിക്കത്തില്ല ഈ കേക്ക്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് 4 വശവും വെടിച്ച് ഇതുപോലെ വന്നാൽ മാത്രമേ ഈ കേക്ക് നല്ല രീതിയിൽ വെന്ത് കിട്ടുള്ളൂ. ഇങ്ങനെ വെടിച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ വിചാരിച്ചോളണം നിങ്ങളുടെ കേക്ക് പെർഫെക്റ്റായിട്ട് വന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ തന്നെ പറ്റും. നല്ല രീതിയിൽ വെടിച്ച് എല്ലാ ഭാഗവും നല്ലതുപോലെ വെന്ത് വെളിയിൽ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ഇത് നമ്മൾ എടുക്കുമ്പം എല്ലാ ഉള്ളും വെളിഭാഗവും എല്ലാം നല്ല സോഫ്റ്റായിരിക്കും. ഒരല്പം 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും വെളിഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമായിട്ട് കിട്ടും. ഇപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എനിക്കിതിന് 15ഓളം കേക്ക് തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ട് സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മുട്ടയൊന്നും ചേർക്കാതെ ഈ രീതിയിൽ നല്ല ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും തയ്യാറാക്കി നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.